നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കറന്റ് സിറ്റുവേഷൻ വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ കറന്റ് സിറ്റുവേഷൻ ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം നമ്മൾ നൽകിയിരുന്ന ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ് നിലനിൽക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ട് ലെവലിന്റെ താഴെ നിലനിൽക്കുമ്പോൾ വീക്ക്നെസ് ആണ് എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോൾ വേണമെങ്കിലും വലിയൊരു ഫാളിനും വലിയൊരു ഡൗൺ മൊമെന്റത്തിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ റെസിസ്റ്റൻസിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ എപ്പോഴും പറയുന്ന റെസിസ്റ്റൻസിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ എപ്പോഴും മുകളിലേക്ക് ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യത എപ്പോഴും കാണിക്കും. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഹയർ ലെവൽ എത്തിയ സമയത്ത് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 23,888. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഫർദർ ബൈരെ മൊമെന്റം മാർക്കറ്റിൽ കിട്ടും. ഈ ഒരു സിറ്റുവേഷനിൽ മൊമെന്റം സ്ലോ ആവാനായിട്ടുള്ള കാരണം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെന്റത്തിലാണ് പോയിരുന്നത്. ഈ ഒരു ട്രെൻഡ് നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ലെവലിന്റെ മുകളിൽ ഷോർട്ട് ടൈം ബൈ നമ്മൾ സജഷൻ നടത്തിയിരുന്നതാണ്. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് പോയിരുന്നത്. ആ ഒരു അപ്പ് മൂവ്മെന്റ് സപ്പോർട്ടിന്റെ താഴത്തേക്ക് വന്നപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ട്രെൻഡ് റിവേഴ്സ് ആയിരിക്കുകയാണ്. ട്രെൻഡ് ലോങ് ടേം ട്രെൻഡ് ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് മുകളിലേക്ക് ഈ ബൗൺസ് ചെയ്ത ഈ ട്രെൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ബൈ ട്രെൻഡ് ആണെന്ന് സൂചിപ്പിച്ചിരുന്നു. കാരണം ലോങ് ടൈം വ്യൂവിൽ നിഫ്റ്റി ഇപ്പോഴും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടൈം ബൈ ട്രെൻഡ് എന്ന് പറയുന്ന രീതിയിൽ നിഫ്റ്റിയിൽ നിലനിർത്താനായിട്ട് സാധിക്കില്ല. നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് ആണ് കുറച്ച് നാള് മാർക്കറ്റിൽ സംഭവിച്ചിരുന്നത്. ഇനി അടുത്തൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും ലോങ് ടൈമിൽ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ലോങ് ടൈമിൽ ബൈ ട്രെൻഡിലല്ല. ഇപ്പോൾ ലോങ് ടൈം ഫ്രെയിമിൽ വലിയൊരു ടൈം ഫ്രെയിമിലൊക്കെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോഴും സ്റ്റിൽ നെഗറ്റീവ് ട്രെൻഡിലാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു മൊമെന്റ് ഒന്ന് സ്ലോ ആയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. നിഫ്റ്റിയിലായാലും സപ്പോർട്ടിന്റെ ഒരു താഴെ നിലനിൽക്കുമ്പോൾ എപ്പോഴും ഫർദർ ആയിട്ടുള്ള ഡൗൺവേർഡ് മൊമെന്റത്തിന് സാധ്യതയുണ്ട്. ഇനി നിഫ്റ്റിക്ക് ഒരു ബൈക്ക് ഒരു സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ മുതലാണ്. അതായത് നിഫ്റ്റി 22,800, അതേപോലെ തന്നെ 22,600, 22,500 ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ഇനി സപ്പോർട്ടായിട്ട് നിലനിർത്താനായിട്ട് സാധ്യത. ഈ ഒരു ലെവൽ വിട്ടപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ ഈ ഒരു ലെവലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നില്ല. ഇനി സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഏതെങ്കിലും റെസിസ്റ്റൻസിന്, പക്ഷെ റെസിസ്റ്റൻസ് എന്ന് പറയാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. 23,400, പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ലെവലും 23,610 റെസിസ്റ്റൻസ് ഉണ്ട്. ഇന്റർവെൽ അപ്ഡേറ്റ് ചെയ്യാം. ആ രണ്ട് റെസിസ്റ്റൻസിന്റെയും താഴെയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതനുസരിച്ച് എപ്പോഴും മാനേജ് ചെയ്യുക. എപ്പോഴും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ ഇത് ഡെയിലി ടൈം ഫ്രെയിം ആണ്. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുമ്പോൾ എപ്പോഴും സപ്പോർട്ടിന് മുകളിൽ നിലനിൽക്കുമ്പോൾ ബൈ ട്രെൻഡിലേക്ക് നിലനിൽക്കുക. അതേപോലെ അതായത് ഇത് 5 മിനിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇന്നത്തെ മൊമെന്റം, ഇന്നത്തെ മാർക്കറ്റ് എക്സ്പയറി ആയിരുന്നു. എപ്പോഴും നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷമാണ് ആ ഒരു ബൈയുടെ ഒരു മൊമെന്റം തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ റെസിസ്റ്റൻസ് 23,775 റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നു. ആ റെസിസ്റ്റൻസ് ആണ് എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. ആ ഒരു ലെവലിൽ നിന്ന് ഷോർട്ട് സെല്ല് വന്നെങ്കിലും അത് അധികം താഴത്തേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം മാർക്കറ്റ് ഇവിടെ തുടക്കത്തിൽ തന്നെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെയും മുകളിൽ നിലനിർത്തിയത് കൊണ്ട് തന്നെ തിരിച്ച് താഴത്തേക്ക് വന്നപ്പോഴും ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിൽ സപ്പോർട്ട് എടുത്തു നിലനിൽക്കുന്നതാണ് നിഫ്റ്റി കണ്ടിരുന്നത്. ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൽ സംഭവിച്ചത്. അതിനുശേഷം സ്ലോ മൂവ്മെന്റ് ആയിരുന്നു. മാർക്കറ്റിൽ മൂവ്മെന്റ് വളരെ കുറവായിരുന്നു. ഇന്നത്തെ ഒരു എക്സ്പയറി എപ്പോഴും വീക്കിലി എക്സ്പയറി എപ്പോഴും ഒരു പ്രത്യേക ഒരു റേഞ്ചിന്റെ ഇടയിൽ നിർത്താനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. നിഫ്റ്റി എപ്പോഴും ഒരു ചെറിയ റേഞ്ചിൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിലനിർത്താനായിട്ടാണ് എപ്പോഴും ശ്രമിക്കാറ്. അപ്പൊ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സൂചിപ്പിച്ചിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് 23,130. അപ്പോൾ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇന്നും ലോവർ ലെവലിൽ 23,130 അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്. അപ്പൊ എപ്പോഴും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത ഇവിടെയാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യും. എപ്പോഴും സപ്പോർട്ടിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ മുകളിലേക്ക് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈറോ ഓപ്പർച്യൂണിറ്റിക്ക് ഒരു സാധ്യതയുണ്ട്. അടുത്ത റെസിസ്റ്റൻസുകൾ വരെ മുകളിലേക്ക് ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അപ്ഡേഷൻ നൽകുന്ന ഒരു സമയത്ത് നമ്മൾ പറയാറ് എപ്പോഴും ഓപ്പൺ ചെയ്യുന്നത് സപ്പോർട്ടിന്റെ ഒരു മുകളിലാണോ, സപ്പോർട്ടിന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം വരുന്നൊരു ബൈറോ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം.
പക്ഷെ ഈ ഗ്യാപ് ഡൗൺ വന്നിരുന്നത് ഈ നിഫ്റ്റി ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നിരുന്നത് 130 ഒരു താഴെയാണെന്ന് കരുതുക. ഈ ഒരു ലെവലാണ് ഓപ്പൺ ചെയ്തെങ്കിൽ സഡൻ ഫാൾ ആയിരിക്കും നിഫ്റ്റിയിൽ സംഭവിക്കുന്നത്. ബിഗ് ഫാൾ ആയിരിക്കും. മാർക്കറ്റിന്റെ എൻഡ് വരെ, അവസാനം വരെ വലിയൊരു ഫാളിനുള്ള സിറ്റുവേഷൻ മാർക്കറ്റിൽ ഉണ്ടാക്കും. അപ്പൊ ഇപ്പോഴും സപ്പോർട്ടിന്റെ ഒരു മുകളിലാണോ താഴെയാണോ ഓപ്പൺ ചെയ്യുന്നത്, അതിന്റെ ഒരു മുകളിലാണോ താഴെയാണോ സസ്റ്റെയിൻ ചെയ്യുന്നത്, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതും ആ ഒരു സപ്പോർട്ടിന്റെ താഴെയാണോ മുകളിലാണോ നിലനിൽക്കുന്നതെന്ന് കണ്ടെത്തുന്നതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം അന്നത്തെ ഒരു ദിവസത്തെ ഒരു ട്രെൻഡ് നിലനിൽക്കാനും കൃത്യമായിട്ടുള്ള ഒരു എൻട്രി എടുക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നപ്പോഴും ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിന്റെ ഒരു താഴെയാണെങ്കിൽ 23,130 ചെറിയ ചേഞ്ചസ്, മൈനർ ആയിട്ട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. 23,130 ഈ ഒരു സപ്പോർട്ട് അത് തന്നെയാണ്. പക്ഷെ മുകളിലത്തെ റെസിസ്റ്റൻസ് 23,180 180ലേക്ക് ആക്കിയിട്ടുണ്ട്. സപ്പോർട്ടിലാണ് നിലനിൽക്കുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യുക. സപ്പോർട്ടിൽ ഹോൾഡ് ചെയ്ത് നിലനിന്നതിന് ശേഷം ബൈ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടെങ്കിൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവലിൽ എപ്പോഴും ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഓപ്പൺ ചെയ്തതിന് ശേഷം 130 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ്. പിന്നെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 23,040 അടുത്താണ്. 23,040 ആണ്. പിന്നെ ഫർദർ സെല്ല് 23,040 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 23,000 താഴെയാണ്. 23,000 താഴെ തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. 23,000 താഴെ പോയി അപ്പൊ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, അഗ്രസീവായിട്ട് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിന്റെ താഴെയാണ് സപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 23,000 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതയുണ്ട്. അതിനുശേഷം ഉള്ള സപ്പോർട്ട് 22,965. ഇൻ കേസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെയാണ്, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ ബൈക്ക് തന്നെയാണ് സാധ്യത. പക്ഷെ പിന്നീട് തിരിച്ച് താഴത്തേക്ക് വന്നാലും ഈ റേഞ്ച് തന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണ് അത് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ അത് വർക്ക് ചെയ്യാം. ഇന്നത്തെ ഒരു സിറ്റുവേഷനിലും മാർക്കറ്റിൽ അങ്ങനെയാണ് വർക്ക് ചെയ്തത്. നമ്മൾ രാവിലെ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു, അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അപ്പൊ അതുകൊണ്ട് ആ ഒരു റേഞ്ച്, ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് എപ്പോഴും മാർക്കറ്റിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും പിന്നീട് താഴത്തേക്ക് വരുമ്പോഴും. കാരണം രണ്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്കും ബ്രേക്ക് ചെയ്ത് നിലനിന്നാൽ കുറച്ചൊരു സ്ട്രെങ്ത് ആയിരിക്കും. അന്ന് മൂവ്മെന്റ് ചെയ്തില്ലെങ്കിലും ആ റേഞ്ചിൽ തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. ഇപ്പോഴും നമ്മൾ റെസിസ്റ്റൻസിന്റെ മുകളിൽ എപ്പോഴും ബൈക്കാണ് സാധ്യത. ഇതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 23,180 റെസിസ്റ്റൻസ്. ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 340 റെസിസ്റ്റൻസ്. 23,340. അതിനുശേഷം റെസിസ്റ്റൻസ് വരുന്നത് 21,370. ഈ റേഞ്ചിലൊക്കെ തൊട്ടടുത്തടുത്ത് തന്നെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. 23,375. അപ്പൊ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞ പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 23,410. ഇതാണ് ഹയർ ലെവലിലെ സ്ട്രോങ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായിട്ടുള്ളൊരു എൻട്രി, നല്ല എൻട്രി എപ്പോഴും റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്ന് തിരിച്ചു വരുന്ന ഒരു സമയത്ത് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ നിഫ്റ്റിയിലെ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ടണിൽ വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യുക. മാർക്കറ്റ് വലിയ നമുക്ക് ഒരു ദിവസങ്ങളിലെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.